പെട്ടെന്ന് വണ്ണം വയ്ക്കാൻ നേന്ത്രപ്പഴ ലേഹ്യം. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. വണ്ണം കൂടുന്നതാണ് പലരുടെയും പ്രശ്നമെങ്കിൽ വണ്ണമില്ലാത്തതും പലരുടെയും പ്രശ്നമാണ്. അമിതവണ്ണം നല്ലതല്ലെങ്കിലും ആവശ്യത്തിന് വണ്ണവും ശരീരപുഷ്ടിയുമെല്ലാം വേണം. വല്ലാതെ ഉണങ്ങി മെലിഞ്ഞു വിളറി വെളുത്തിരിക്കുന്നതാണ് കാഴ്ചയ്ക്കും നന്നാകില്ല, ആരോഗ്യത്തിനും നല്ലതല്ല. വണ്ണം ഒരു പരിധിവരെ പാരമ്പര്യമാണ്. ഇതല്ലാതെ ഭക്ഷണവും പ്രധാനം. ചില അസുഖങ്ങൾ കാരണവും ചിലർ വല്ലാതെ മെലിഞ്ഞിരിക്കാറുണ്ട്. പെട്ടെന്ന് വണ്ണം വയ്ക്കും, തൂക്കം കൂട്ടും എന്നെല്ലാം അവകാശപ്പെട്ട് ചില മരുന്നുകളും ഇറങ്ങുന്നുണ്ട്. പെട്ടെന്ന് വണ്ണം കുറയ്ക്കും എന്ന് അവകാശപ്പെട്ട് ഇറങ്ങുന്ന മരുന്നുകൾ പോലെ തന്നെ. എന്നാൽ ഇത് ആരോഗ്യത്തിന് തീരെ നല്ലതല്ലെന്നു മാത്രമല്ല, പല അസുഖങ്ങളും ഫലമായി കിട്ടുകയും ചെയ്യും. വണ്ണം വയ്ക്കാൻ സഹായിക്കുന്ന തികച്ചും സ്വാഭാവിക വഴികളുണ്ട്. ഭക്ഷണം തന്നെയാണ് പ്രധാനപ്പെട്ടൊരു വഴി. ചില പ്രത്യേക ഭക്ഷണങ്ങൾ ചില പ്രത്യേക രീതിയിൽ കഴിക്കുന്നത് ശരീരം തടിപ്പിക്കുവാൻ ഏറെ നല്ലതാണ്. നമ്മുടെ ഏത്തപ്പഴം അഥവാ നേന്ത്രപ്പഴം ഇതിൽ പ്രധാനിയാണ്. വണ്ണം വയ്ക്കാനും തൂക്കം കൂടാനുമെല്ലാം സഹായിക്കുന്ന നമ്മുടെ ഒരു പ്രധാന ഭക്ഷണ വസ്തുവാണ് ഏത്തപ്പഴം. ധാരാളം പോഷകങ്ങൾ അടങ്ങിയ ഇത് ആരോഗ്യകരമായി തൂക്കം കൂടുന്നതിന് വണ്ണം വെക്കുന്നതിന് ഏറെ നല്ലതാണ്. ഇതൊരു പ്രത്യേക രീതിയിൽ ലേഹ്യമായി ഉണ്ടാക്കി കഴിക്കുന്നത് ആരോഗ്യകരമായി വണ്ണം വെക്കാനും തൂക്കം കൂടാനുമെല്ലാം ഏറെ നല്ലതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഈ പ്രത്യേക ലേഹ്യം തികച്ചും നാടൻ ചേരുവകൾ ചേർത്ത് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നല്ല പഴുത്ത ഏത്തപ്പഴമാണ് ഇതിനായി വേണ്ടത്. നല്ലപോലെ പഴുത്തത്, അതായത് പഴുത്തു തൊലി കറുത്തു തുടങ്ങിയത് എന്ന് വേണം പറയാൻ. പെട്ടെന്ന് വെന്തു കിട്ടാൻ ഇതാണ് നല്ലത്. പഴുത്ത പഴത്തിൽ ട്രിപ്റ്റോഫാൻ അടങ്ങിയിട്ടുണ്ട്. ഇത് സെറോട്ടനിൻ എന്ന ഹോർമോൺ അടങ്ങിയിട്ടുമുണ്ട്. ഇത് നല്ല മൂഡിന് ഏറെ നല്ലതാണ്. എന്നാൽ കറുത്ത തോലോടു കൂടിയ ഏത്തപ്പഴത്തിൽ സാധാരണ ഏത്തപ്പഴത്തിലെ 8 ഇരട്ടി പോഷകങ്ങൾ അടങ്ങിയിട്ടുമുണ്ട്. ഏറ്റവും നല്ലത് കറുത്ത തോലോടു കൂടിയ ഏത്തപ്പഴമാണ്. 3 ഏത്തപ്പഴം എടുക്കാം. ഇതിനൊപ്പം 100 ഗ്രാം വീതം തേങ്ങാപ്പാൽ, ശർക്കര, 50 ഗ്രാം നെയ്യ് എന്നിവയും വേണം. പഴം എടുക്കുന്നതിനനുസരിച്ച് ഇതിന്റെ അളവിലും വ്യത്യാസമാകാം. ഏതാണ്ട് എടുക്കേണ്ട അളവാണ് ഇത്. പഴത്തിന്റെ എണ്ണമനുസരിച്ച് ചേരുവകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ആകാം. പഴം തോൽ കളഞ്ഞ് നല്ല പോലെ മിക്സിയിൽ അടിച്ചെടുക്കുക. ഒരു ഇരുമ്പ് ചട്ടിയോ അടി കട്ടിയുള്ള പാത്രത്തിലോ നെയ്യ് ഒഴിക്കുക. പകുതി നെയ്യ് മതി. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് പഴം അരച്ചു വെച്ചിരിക്കുന്നത് ഇട്ട് ഇളക്കുക. നല്ല പോലെ ഇളക്കി കൊണ്ടിരിക്കണം. അല്പം കഴിയുമ്പോൾ ഇതിലേക്ക് ശർക്കര പാനിയാക്കി വച്ചിരിക്കുന്നത് ഒഴിക്കണം. അതായത് നേരത്തെ തന്നെ ശർക്കര അല്പം വെള്ളം ചേർത്ത് അലിയിച്ച് അരിച്ചെടുത്ത് വച്ചിരിക്കുന്നത്. ഇത് ചേർത്ത് നല്ല പോലെ ഇളക്കുക. ഇതൊരു വിധം വേവാകുമ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിളക്കുക. നല്ല പോലെ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നല്ല പോലെ വെന്തു കഴിഞ്ഞാൽ ഇരുണ്ട നിറത്തിൽ ലേഹ്യപ്പരുവമാകും. ഇതിൽ വീണ്ടും നെയ്യൊഴിച്ച് ഇളക്കി വെള്ളം നല്ലപോലെ വറ്റിച്ചെടുത്ത് വാങ്ങിവെക്കാം. വേണമെങ്കിൽ അല്പം ഏലക്ക പൊടിച്ചത് ഇടാം. ഈ ലേഹ്യം ദിവസവും രാവിലെയും രാത്രിയും ഓരോ ടേബിൾ സ്പൂൺ വെച്ച് കഴിക്കാം. ഒപ്പം 1 ഗ്ലാസ് പാലും കൂടി കഴിച്ചാൽ നന്നാകും. കുട്ടികൾക്കും കഴിക്കാം, മുതിർന്നവർക്കുമാകാം. ആരോഗ്യം ഏറെ മെച്ചപ്പെടുവാനും ശരീരപുഷ്ടി വയ്ക്കാനും ഈ പ്രത്യേക ലേഹ്യം ഏറെ നല്ലതാണ്. ധാരാളം പോഷകങ്ങളുടെയും വൈറ്റമിനുകളുടെയും ധാതുക്കളുടെയും എല്ലാം ഉത്തമ കലവറയാണ് ഏത്തപ്പഴം. അയൺ സമ്പുഷ്ടമായ ഇത് വളർച്ചയ്ക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ്. കാൽസ്യം സമ്പുഷ്ടമാണ്, എല്ലിന്റെ ആരോഗ്യത്തിനും നല്ലത്. ധാരാളം നാരുകൾ അടങ്ങിയ ഇത് വയറിനുമേറെ നല്ലതാണ്.